Hi friends, welcome to Mr. Fox channel. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ITC റീകൺസിലിയേഷനെ പറ്റിയാണ്. ഒരു ഫുൾ ഇയറിലെ ITC റീകൺസിലിയേഷൻ എക്സൽ ഉപയോഗിച്ച് വെറും 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ ചെയ്യാം എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എക്സൽ ഉപയോഗിച്ച് എങ്ങനെ ITC റീകൺസിലിയേഷൻ ചെയ്യാമെന്ന്. സോ വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ. ITC റീകൺസിലിയേഷൻ ചെയ്യാനായിട്ട് ആദ്യം തന്നെ എക്സലിൽ ബുക്സിൽ നിന്നുള്ള ഡാറ്റയും GSTR 2Bയിൽ നിന്നുള്ള ഡാറ്റയും ആദ്യം തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുക. നമ്മളിവിടെ ബുക്സ് വേഴ്സസ് GSTR 2B ആണ് ചെയ്യുന്നത്. സോ ബുക്സിലെ ഡാറ്റ നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോമാറ്റ് സപ്ലൈയർ GSTR ഇൻവോയ്സ് നമ്പർ ഡേറ്റ് എമൗണ്ട് CGST SGST IGST ദെൻ ടോട്ടൽ ദെൻ ഓൾറെഡി ഒരു മന്ത് കൂടി നിങ്ങളിട്ട് വെച്ചേക്കാം. ദെൻ നെക്സ്റ്റ് GSTR 2Bയിലെ ഡാറ്റയാണ്. ഇത് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. GSTR 2Bയുടെ അതേ ഫോമാറ്റിൽ തന്നെയാണ്, സൈറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ഫോമാറ്റിൽ തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ടാബിൽ നമ്മൾ ക്രെഡിറ്റ് നോട്ട് ആൻഡ് ഡെബിറ്റ് നോട്ട്സിൻ്റെ ഡാറ്റ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മളിവിടെ റീകൺസിലിയേഷൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നില്ല, ബിക്കോസ് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതിൻ്റെ മെത്തേഡ് കുറച്ചൊക്കെ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ബുക്സ് വേഴ്സസ് GSTR 2B മാത്രമേ തൽക്കാലം ചെയ്യുന്നുള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. വളരെ സിമ്പിളായിട്ട് പൈവറ്റ് ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് എക്സലിലെ പൈവറ്റ് ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സിമ്പിളായിട്ടുള്ള റീകൺസിലിയേഷൻ ചെയ്യാമെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. നിങ്ങൾ ഓൾറെഡി ബുക്സിൽ നിന്നുള്ള ഡാറ്റയും GSTR 2B എന്നുള്ള ഡാറ്റ ഓൾറെഡി പേസ്റ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് പുതിയൊരു ടാബ് ക്രിയേറ്റ് ചെയ്തിട്ട് ബുക്സ് ആൻഡ് GSTR 2B ഡാറ്റ ഒരുമിച്ച് ഒരേ പേജിൽ പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മളൊരു പുതിയ ടാബ് ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ ഈ ടാബിൽ ബുക്സിൽ നിന്നുള്ള ഡാറ്റ പേസ്റ്റ് ചെയ്യണം, 2B എന്നുള്ള ഡാറ്റ പേസ്റ്റ് ചെയ്യണം. ആദ്യം തന്നെ നമ്മൾ GSTR 2Bയിൽ നിന്നുള്ള ഡാറ്റയാണ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യേണ്ടത്. ബിക്കോസ് ഇവിടെയാണ് കുറച്ച് കോളംസ് കൂടുതലുള്ളത്. അപ്പോൾ ഫോമാറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കതായിരിക്കും നല്ലത്. സോ GSTR 2B എന്നുള്ള ഡാറ്റ ആയതുകൊണ്ട് ഇവിടെ സെസ് GSTR 1ൻ്റെ പീരീഡും അതുപോലെ തന്നെ ഫയലിംഗ് ഡേറ്റും എല്ലാം തന്നെയാണ്. അതൊന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ടാക്സബിൾ വാല്യൂ അതുപോലെ തന്നെ IGST CGST SGST ഈ കോളംസ് വരെ കിട്ടിയാൽ മതിയാകും. സോ അതെല്ലാം തന്നെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. സോ Ctrl+C ദെൻ പുതിയ ഷീറ്റിൽ Ctrl+V ചെയ്യുക. നമ്മൾ വാല്യൂസ് ആയിട്ടാണ് പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ആവശ്യമുള്ള കോളംസ് മാത്രം വെച്ചാൽ മതി, ഇല്ലാത്ത കോളംസൊക്കെ ഒഴിവാക്കി കളയാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ റെഗുലർ അതുപോലെ തന്നെ ഈ റേറ്റിൻ്റെ കോളംസും അത് നമുക്ക് ആവശ്യമില്ലാത്ത കോളംസാണ്, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, പാൻസ് ഒന്ന് ഫ്രീസ് ചെയ്തേക്കാം. ഈ പാൻസ് ഫസ്റ്റ് റോ ഒന്ന് ഫ്രീസ് ചെയ്തേക്കാം. അതിന് ശേഷമാണ് നമ്മൾ ബുക്സിലെ ഡാറ്റ പേസ്റ്റ് ചെയ്യേണ്ടത്. ബുക്സിലെ ഡാറ്റ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. Ctrl+C ചെയ്യുക പുതിയ ഷീറ്റിൽ. ഓക്കെ, ഇവിടെ നമ്മളിങ്ങനെ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇതിൻ്റെ ഫോമാറ്റ് മാറിപ്പോയിട്ടുണ്ടാവും. ഓക്കെ, ഒരേ കോളത്തിൽ വന്നുകൊള്ളണമെന്നില്ല. ബിക്കോസ് നമ്മൾ 2Bയിലെ ഡാറ്റ നോക്കുകയാണെങ്കിൽ GS നമ്പർ ആദ്യം വന്നിട്ടുണ്ടാവും, അതിന് ശേഷമായിരിക്കും ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത്. ബുക്സിലെ ഡാറ്റ ചിലപ്പോൾ വേറെ രീതിയിൽ കിടക്കുന്നുണ്ടാവാം. സോ അതാദ്യം തന്നെ ഒന്ന് അറേഞ്ച് ചെയ്യണം. എക്സൽ ഡാറ്റയിലെ കോളംസ് ഒരേ ഡാറ്റ തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്തണം. സോ അതാദ്യം തന്നെ അറേഞ്ച് ചെയ്യണം. ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട് ചെയ്യേണ്ടതായിട്ട്, ഒരു പുതിയ കോളം ആഡ് ചെയ്യണം. ടൈപ്പ് എന്നുള്ളൊരു കോളം ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിൻ്റെ യൂസ് എന്താണെന്ന് നമ്മൾ പിന്നീട് പറയാം. ബിക്കോസ് ഈ ഡാറ്റ എല്ലാം തന്നെ ആദ്യം കൊടുത്തിരിക്കുന്ന ഡാറ്റ എല്ലാം തന്നെ 2B ആണ്. സോ ആദ്യം തന്നെ 2B എന്ന ഡാറ്റ കൊടുക്കുക. ബിക്കോസ് ഇത് ക്ലാസിഫിക്കേഷൻ വളരെ അത്യാവശ്യമാണ്. എന്നിട്ട് അത് ഫുൾ സെലക്ട് കൊടുക്കുക. എൻ്റർ ചെയ്ത ഡാറ്റ മുഴുവൻ 2Bയിലേക്ക് വരണം. ഓക്കെ, ബുക്സിൻ്റെ ഡാറ്റ വരുന്ന കോളത്തിൽ നമുക്കിവിടെ ബുക്സ് എന്ന് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യാം. ഞാൻ പേജിൻ്റെ പേരൊന്ന് മാറ്റുകയാണ്. റീകോൺ എന്ന് കൊടുക്കാം. വെൽക്കം ടു ഗ്രീൻ കേരളൈറ്റ് സൊല്യൂഷൻസ്. ഗ്രീൻ കേരളൈറ്റ് ഒരു ഓൾ കേരള കംപ്ലീറ്റ് ഡിജിറ്റൽ ടാക്സ് ആൻഡ് അക്കൗണ്ടിംഗ് സൊല്യൂഷൻസ് ആണ്. ഫ്രീ ടാക്സ് അപ്ഡേറ്റുകൾ വാട്സ്ആപ്പ് ബ്രോഡ്കാസ്റ്റ് വഴി ലഭിക്കാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ വാട്സ്ആപ്പ് ലിങ്കിലേക്ക് നിങ്ങളുടെ പേരും സ്ഥലവും മെസ്സേജ് ചെയ്യുക. ഏറ്റവും പുതിയ ടാക്സ് അപ്ഡേറ്റുകളും നോട്ടിഫിക്കേഷൻസും നിങ്ങളുടെ വാട്സ്ആപ്പിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന പെയ്ഡ് സർവീസസ് ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾക്ക് GSTയുമായിട്ടോ ഇൻകം ടാക്സുമായിട്ടോ എന്തെങ്കിലും സംശയം
സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് ഒരു കൺസൾട്ടേഷൻ സെഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഒരു ടാക്സ് പെയർ ആണെങ്കിൽ നിങ്ങളുടെ GST ഇൻകം ടാക്സ് റിട്ടേണുകൾ ഫയൽ ചെയ്യാനായിട്ട് വളരെ റീസണബിൾ റേറ്റിൽ നിങ്ങളുടെ റിട്ടേൺസ് ഫയൽ ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഫയലിംഗ് സർവീസസ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ ഒരു ടാക്സ് പ്രാക്ടീഷണറോ അല്ലെങ്കിൽ അക്കൗണ്ടന്റോ ആണെങ്കിൽ നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും ക്ലിയർ ചെയ്യാനായിട്ട് പ്രൊഫഷണൽ സർവീസസ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ GST അല്ലെങ്കിൽ ഇൻകം ടാക്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സസ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വളരെ റീസണബിൾ റേറ്റിലുള്ള ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഗ്രീൻ കേരളൈറ്റിന്റെ വാട്സ്ആപ്പ് നമ്പറായ 6238610802 ഒരു വാട്സ്ആപ്പ് ഓൺലി നമ്പറാണ്. സോ നിങ്ങളുടെ സംശയങ്ങൾ വോയിസ് നോട്ടായി അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഗ്രീൻ കേരളൈറ്റിന്റെ ഇമെയിൽ IDയിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ഈ ഡാറ്റ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. ഡാറ്റ അറേഞ്ച് ചെയ്യുന്ന കുറച്ച് വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. അത് ഞാനിവിടെ കാണിക്കുന്നില്ല. അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, ഇവിടെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബുക്സ് എന്നുള്ള ഡാറ്റയും അതുപോലെ GSTR 2B എന്നുള്ള ഡാറ്റയും ഒരേ കോളത്തിൽ വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ബുക്സ് എന്നുള്ള കോളത്തിൻ്റെ നേരെ നമ്മൾ ബുക്സ് എന്ന് എൻ്റർ ചെയ്യണം. ടൈപ്പ് എന്ന് പറഞ്ഞ കോളത്തിൽ ബുക്സ് എന്ന് എൻ്റർ ചെയ്യുക. ഇത് ഫുള്ളി ഡ്രാഗ് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, ഫുള്ളി ഡ്രാഗ് ആയിക്കോളും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരേ ഷീറ്റിലെ 2B എന്നുള്ള ഡാറ്റയും അതുപോലെ ബുക്സ് എന്നുള്ള ഡാറ്റയും ഒരുമിച്ച് വന്നു കഴിഞ്ഞു. ഇനി ഇതിനെ ഡയറക്റ്റ് ഒരു പൈവറ്റ് ടേബിളായിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ ഫുൾ റീകൺസിലിയേഷൻ ഒറ്റ പൈവറ്റ് ടേബിൾ കാണാൻ സാധിക്കുന്നതാണ്. പൈവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇൻസേർട്ടിൽ വന്നിട്ട് പൈവറ്റ് ടേബിൾ ക്ലിക്ക് ചെയ്യുക. സോ ഓട്ടോമാറ്റിക്കലി ടേബിൾ സെലക്ട് ആവും. ടേബിൾ സെലക്ട് ആകുമ്പോൾ അത് മുഴുവനായിട്ടും സെലക്ട് ആയിട്ടുണ്ടോ എന്നൊന്ന് ഉറപ്പ് വരുത്തുക. താഴേക്ക് ഡ്രാഗ് ചെയ്ത് നോക്കുക. മുഴുവനായിട്ട് സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ന്യൂ വർക്ക് ഷീറ്റിലേക്ക് പൈവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. സോ ഇവിടെ പൈവറ്റ് ടേബിൾ ഡാറ്റ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. വളരെ സിമ്പിളാണ്. ട്രേഡ് ഓർ ലീഗൽ നെയിം സെലക്ട് ചെയ്യുക. ദെൻ ടാക്സബിൾ വാല്യൂ, ഇൻ്റഗ്രേറ്റഡ് ടാക്സ്, സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ടാക്സ്, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള വാല്യൂസ്. ഇത്രയും ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി പൈവറ്റ് ടേബിൾ ക്രിയേറ്റ് ആയി വരുന്നുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടത് 2B വേഴ്സസ് ബുക്സ് എന്നുള്ള ക്ലാസിഫിക്കേഷനാണ്. ഈ ക്ലാസിഫിക്കേഷന് വേണ്ടിയാണ് നമ്മൾ ടൈപ്പ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ കോളം ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ടൈപ്പ് എന്ന് പറയുന്ന കോളം ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കോളത്തിലേക്ക് കൊണ്ടുവരിക. ദെൻ റിലീസ് ചെയ്യുക. സോ ഇപ്പോൾ എന്ത് സംഭവിച്ചു നമുക്ക് കാണാം. നമ്മളെല്ലാ വാല്യൂസിനും 2B വേഴ്സസ് ബുക്സ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ ടാക്സബിൾ വാല്യൂവിൽ 2B വേഴ്സസ് ബുക്സ്, ഇൻ്റഗ്രേറ്റഡ് ടാക്സിൽ, സെൻട്രൽ ടാക്സിൽ, എല്ലാ കോളത്തിലും 2B വേഴ്സസ് ബുക്സ് എന്നുള്ള ഡാറ്റ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ പേരിൻ്റെ ബേസിലാണ്, സപ്ലയറുടെ ബേസിലാണ് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ GST നമ്പറിൻ്റെ ബേസിൽ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ GST നമ്പർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി GST നമ്പർ വരുന്നുണ്ട്. സോ ഇങ്ങനെയാണ് 2B വേഴ്സസ് നമ്മുടെ ബുക്സുള്ള ഒരു റീകൺസിലിയേഷൻ ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് ഡാറ്റ വന്നിട്ടുണ്ട്. അത് കോമ ഫോമാറ്റിലേക്ക് ഒന്ന് ഇടുക. ഓക്കെ, ഇതെങ്ങനെയാണ് കമ്പയർ ചെയ്യേണ്ടതെന്ന് പ്രത്യേകം പറഞ്ഞു തരേണ്ടതില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് ഒരു സിംഗിൾ സപ്ലയർ എടുക്കുക, അദ്ദേഹത്തിൻ്റെ 2Bയിൽ ഇത്രയും വന്നിട്ടുണ്ട്, 10,000 സംതിങ് വരുന്നുണ്ട്. ബുക്സിൽ അതേ എമൗണ്ട് തന്നെ വന്നിട്ടുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി ആളുടെ ബുക്സ് ടാലി ആയിരിക്കും. ആളെല്ലാം റിട്ടേൺസും ഫയൽ ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആയിരിക്കും. അതുപോലെ എല്ലാ കേസുകളും നമുക്ക് ഇവിടെ ഒറ്റ ഷീറ്റിൽ കമ്പയർ ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും നമുക്ക്. ആ ഡിഫറൻസ് നമുക്ക് ഇവിടെ ചെന്നിട്ട് ഒറിജിനൽ ഡാറ്റയുമായിട്ട് കമ്പയർ ചെയ്ത് ഡിഫറൻസസ് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇങ്ങനെയാണ് നമ്മൾ പൈവറ്റ് ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് ITC റീകൺസിലിയേഷൻ നടത്തുന്നത്. ഇത് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതൊരു ഇയറിലെ ഫുള്ളി ഡാറ്റ നമ്മളിവിടെ പേസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എല്ലാ മാസവും ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇയർ എൻഡിൽ വളരെ എളുപ്പമാണ്. ആനുവൽ റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഇതൊരു കോമൺ ഫോമാറ്റിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള റീകൺസിലിയേഷനാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഡാറ്റ ഡിഫറൻസ് ആയിരിക്കാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രീൻ കേരളൈറ്റിൻ്റെ സർവീസസ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ നിങ്ങൾക്കൊരു വോയിസ് നോട്ട്, ഡീറ്റെയിൽ ആയിട്ടൊരു വോയിസ് നോട്ട് അയക്കാവുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് ബട്ടൺ കൊടുക്കുക, ചാനലിലെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. ഇതുപോലുള്ള വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.